ഹായ്, ഞാനും വാങ്ങി ബെക്കോൻ്റെ അടിപൊളിയായിട്ടുള്ള കിച്ചൺ ടവലും കിച്ചൺ ക്ലീനറും. അപ്പോൾ അതെങ്ങനെ ഉണ്ടെന്ന് നോക്കിയിട്ട് പറയുന്നുണ്ട്. അപ്പോൾ ഞങ്ങളിത് വാങ്ങിയത് ഫ്ലിപ്കാർട്ടിൽ നിന്നാണ്. അപ്പോൾ അതിൻ്റെ റിവ്യൂവും കാര്യങ്ങളൊക്കെ ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഫ്ലിപ്കാർട്ടിൽ നിന്ന് ഇന്നാണ് കിട്ടിയത്. അപ്പോൾ ഞങ്ങൾ ബുക്ക് ചെയ്തപ്പോൾ തന്നെ പെട്ടെന്ന് കിട്ടി. അപ്പോൾ ഇത് തുറക്കുന്ന രംഗമാണിത്. അപ്പോൾ ഇത് കിച്ചൺ ടവലാണ്. അപ്പോൾ അതിൽ 20 ഷീറ്റ് ഉണ്ടാവും എന്നാണ് പറയുക. കിച്ചൺ ക്ലീനർ ഇതാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ ഉപയോഗിക്കാൻ നോക്കാം. അപ്പോൾ ഞങ്ങളുടെ അടുക്കളയുടെ വീതനയാണിത്. അപ്പോൾ വീതനയിൽ നമ്മൾ കുറച്ച് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഗ്യാസ് കണ്ടില്ലേ, ഞങ്ങൾ ഭക്ഷണമൊക്കെ ഉണ്ടാക്കൽ കഴിഞ്ഞിട്ടുള്ള ഒരു ഭാഗമാണ്. അപ്പോൾ നമ്മൾ ക്ലീനർ ഉപയോഗിച്ചിട്ട് തുടക്കുന്നതിൻ്റെ മുന്നത്തതാണ്. ഇനി തുടക്കൽ കഴിഞ്ഞിട്ട് എങ്ങനെയാണെന്ന് കാണിച്ചു തരാം. അത് നമ്മളെ ചുമരാണ്. അപ്പം അടുപ്പിൽ നിന്ന് ഓരോന്ന് ഉണ്ടാക്കി തെറിച്ചതൊക്കെ നമ്മൾ എണ്ണമുളക്ക് കാര്യങ്ങളൊക്കെ ചുമരുമുണ്ട്. അതൊക്കെ ഉപയോഗിച്ച് തുടച്ച് കഴിഞ്ഞിട്ട് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് കാണിച്ചു തരാം. അപ്പോൾ ഞങ്ങളത് സ്ക്രബ്ബർ ഉപയോഗിച്ചിട്ട് അങ്ങനെ ക്ലീനർ ഒഴിച്ചതിൻ്റെ അവിടെയൊക്കെ തുടച്ച് ഇതാക്കുകയാണ്. ഒന്ന് നമ്മൾ സ്ക്രബ് ചെയ്ത് കൊടുക്കണം എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സ്ക്രബ് ചെയ്ത് കൊടുക്കുകയാണ്. സ്ക്രബ് ചെയ്ത് കൊടുക്കഴിഞ്ഞിട്ട് കിച്ചൺ ടവല് ചെയ്തിട്ട് നമ്മൾ തുടച്ചെടുക്കുകയാണ്. ഇതപ്പോൾ തുടച്ചപ്പോൾ തന്നെ നല്ല വൃത്തിയായി വന്നിട്ടുണ്ട്. നല്ല മണം കൂടിയാണ് ഇതിന്. നല്ല വൃത്തിയായി വന്നിട്ടുണ്ട്. നമുക്ക് വീണ്ടും ഈ ടവല് റീയൂസബിൾ ചെയ്യാമെന്നാണ് പറയണത്. അപ്പോൾ അത് കഴുകി വീണ്ടും നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഗ്യാസ് അടുപ്പൊക്കെ തുടച്ചപ്പോൾ നല്ല വൃത്തിയായി വന്നിട്ടുണ്ട്. കറുത്ത പാട് നമ്മൾ കുറേ നമുക്ക് അടുപ്പ് കത്തിച്ചപ്പോൾ ഉള്ള പാടാണ്. അത് പെട്ടെന്നൊന്നും പോവില്ല. ആദ്യം കടിക്ക് എത്രയും വൃത്തിയായിട്ടുണ്ട്. ചുമരൊക്കെ ചുമര ടൈലൊക്കെ നല്ല വൃത്തിയായി വന്നിട്ടുണ്ട്. അപ്പം നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ പറയുകയാണ്. നിങ്ങളും ഇതേപോലെ ഉപയോഗിച്ച് നോക്കി നോക്കും. ഫ്ലിപ്കാർട്ടിലും ആമസോണിലൊക്കെ അത് അവൈലബിൾ ആണ്. അപ്പോൾ വേണ്ടവർ ഒന്ന് പോയി വാങ്ങിയിട്ടൊന്ന് ഉപയോഗിച്ചിട്ട് റിവ്യൂസ് പറയണം. നല്ല അടിപൊളി പ്രൊഡക്റ്റാണ്. കഴുകിയിട്ട് നമുക്ക് വീണ്ടും ഉണക്കി ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ.